പരിണയം. അനുസരണയില്ലാതെ ഇടയ്ക്കിടയ്ക്ക് അവളുടെ വയറിലേക്ക് പായുന്ന മിഴികളെ ശ്രമപ്പെട്ട് ഒതുക്കി വെച്ചു അക്ഷിത്. ശേഷം ഓരോരോ കാര്യങ്ങളായി അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. അക്ഷിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എന്തോ ആരോഹിയുടെ മനസ്സും ചഞ്ചലപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൾക്കും മനസ്സ് കൈപ്പടിയിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതിൽ പാതിയും അവൾ കേട്ടിരുന്നില്ല. അവളുടെ മിഴികൾ മുഴുവനായും അക്ഷിതിൽ തന്നെയായിരുന്നു. സർ, ബ്രേക്ക്. പെട്ടെന്ന് ആരോഹി പറഞ്ഞതും അക്ഷിത് അവളോട് പൊയ്ക്കോ എന്ന അർത്ഥത്തിൽ കൈ കാണിച്ചു. അവന്റെ മുൻപിലിരുന്ന ലാപ്ടോപ്പ് മടക്കിക്കൊണ്ട് ആരോഹി വേഗത്തിൽ പുറത്തേക്ക് നടന്നു. എന്തോ അവൾക്ക് അപ്പോഴാണ് അല്പം സമാധാനം തോന്നിയത്. കുറച്ചധിക സമയം വാഷ്റൂമിൽ സ്പെൻഡ് ചെയ്ത ശേഷമാണ് ആരോഹി തിരിച്ച് അക്ഷിതിന്റെ ക്യാബിനിലേക്ക് എത്തിയത്. സമയം അല്പം താമസിച്ചു പോയതുകൊണ്ട് തന്നെ വെപ്രാളത്തോടെ കയറി വരുന്നവളെ സൂക്ഷിച്ചു നോക്കി അക്ഷിത്. ആരോഹി, ഓക്കെ അല്ലേ? അതെ സർ. മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ സാരിയുടെ തുമ്പിനാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. ഓക്കെ, ദെൻ കം ഹിയർ. അക്ഷിത് അത് പറഞ്ഞതും ആരോഹി വീണ്ടും അവന്റെ അടുത്തേക്ക് തന്നെ ചെന്നു നിന്നു. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നിർത്തിയത് എവിടെ വരെ ആയിരുന്നു? അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ആരോഹിക്ക് ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ, ദെൻ നമുക്കിതാ ഈ പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. ഏകദേശം ആ പ്രോജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അക്ഷിത് ആരോഹിക്ക് വിശദീകരിച്ചു കൊടുത്തു. അവൾക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. അത്രയും നേരം ഇല്ലാതിരുന്ന ഒരു ആത്മവിശ്വാസം പെട്ടെന്ന് ആരോഹിയെ വന്നു പൊതിഞ്ഞു. എന്തുകൊണ്ടോ ആ ടെൻഡർ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് അവളുടെ ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. താങ്ക് യു സർ. അത് ആരോഹിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന നന്ദിയായിരുന്നു. അക്ഷിയോട് പറഞ്ഞുകൊണ്ട് ആരോഹി അവളുടെ ടേബിളിലേക്ക് പോയിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ ദിവസത്തെ ഓഫീസ് ടൈം കഴിഞ്ഞു. അക്ഷിത് പക്ഷേ കാര്യമായിട്ടൊന്നും തന്നെ ആരോഹിയോട് മിണ്ടിയില്ല. എന്തുകൊണ്ടാണ് അവന്റെ മുഖം മ്ലാനമായി ഇരിക്കുന്നതെന്ന് ആരോഹി പല ആവർത്തി ചിന്തിച്ചെങ്കിലും പിന്നീട് സ്വയം ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയാതായതോടെ അവൾ ആ ഉദ്യമം വേണ്ടെന്നു വെച്ചു. എന്നത്തെയും പോലെ തന്നെ 5 മണിയായതും ആരോഹി അക്ഷിതിനോട് യാത്ര പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. സ്കൂട്ടിയിലാണ് അവൾ വീട്ടിലേക്ക് തിരിച്ചത്. പക്ഷെ പതിവിന് വിപരീതമായി അന്ന് ആരോഹി അവളുടെ സ്വന്തം വീട്ടിലേക്കാണ് പോയത്. വാര്യത്തെ തറവാടിന്റെ വീടിന്റെ അത്രയും വലിപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വലിയൊരു വീടാണ് കൃഷ്ണമേനോൻ മകൾ വസുതയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച് നൽകിയിരിക്കുന്നത്. അവരവിടെ അധികം താമസിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ വീട് പുതുപുത്തൻ പോലെ തന്നെ ഇരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ലിവിംഗ് റൂമും പിന്നെ ഒരു ഡൈനിങ് ഹാളും, താഴെ തന്നെ 3 മുറികളും എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂമുകളും, പിന്നെ മുകളിലേക്ക് കയറുന്ന സ്റ്റെയറാണ്. സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ അവിടെയും വിശാലമായ ഒരു ലിവിംഗ് റൂമുണ്ട്. വലിയൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. പിന്നെ ഒരു റൂമാണുള്ളത്. അതാണ് ആരോഹിയുടെ മുറി. പക്ഷേ എന്തോ ആരോഹിക്കിപ്പോ മുകളിലെ സ്വന്തം റൂമിനോട് വല്ലാത്തൊരു മടുപ്പ് തോന്നുന്നു. മറ്റൊന്നും കൊണ്ടല്ല, മുകളിലെ റൂമിന്റെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നാൽ കാണുന്ന കാഴ്ച തന്നെ അർജുന്റെ റൂമും അതിന്റെ ബാൽക്കണിയുമാണ്. പണ്ട് അവരിരുവരും പ്രണയത്തിലായതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുടെ ഇഷ്ടത്തിനാണ് ആ ഒരു രീതിയിൽ വീട് പണി കഴിപ്പിച്ചത്. ഇപ്പോൾ ആരോഹിക്ക് തോന്നുന്നു അത് വേണ്ടിയിരുന്നില്ലെന്ന്. എന്നാലോ താഴത്തെ മുറിയിലേക്ക് പോകാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുമില്ല. അവളുടെ ലോകമായിരുന്നു ഈ മുറി. ഭാര്യത്തേക്ക് മാറിയപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതും ഈ മുറിയായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ പഴയ സ്വർഗത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടും അവൾക്കതൊന്നും ആസ്വദിക്കാൻ കഴിയാത്തതുപോലെ. പിന്നെ അർജുൻ ജീവിതത്തിലെ കഴിഞ്ഞുപോയ ഒരു അധ്യായമായതുകൊണ്ട് തന്നെ ആരോഹി അവനെയും അവന്റെ ഓർമ്മകളെയും അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞു. അന്ന് വൈകിട്ട് അല്പം താമസിച്ചായിരുന്നു അക്ഷിത് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. അനന്യയെ കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഡിസ്മിസൽ ഓർഡർ അവൾക്ക് കിട്ടിയതിനു ശേഷം ഓർമ്മിളയ്ക്കും വല്ലാത്തൊരു മൗനമായിരുന്നു. അക്ഷയ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനന്യ ലിവിംഗ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അക്ഷിതിനെ കണ്ടിട്ടും അവൾ കാണാത്തതുപോലെ ഫോണിലേക്ക് മുഖം പൂഴ്ത്തി ഇരുന്ന് കളഞ്ഞു. അതേസമയം ഡൈനിങ് ഹാളിലിരുന്ന അല്ലി അക്ഷിതിന്റെ വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ഓടി അവന്റെ അടുത്തേക്ക് വന്നു. ഇന്ന് ഒരുപാട് വൈകിയോ ഏട്ടാ?
അവൾ കരുതലോടെ അവനോട് ചോദിച്ചു. അല്പം താമസിച്ചു മോളെ. ഇന്ന് ഓഫീസിൽ കുറച്ചധികം വർക്കുകൾ ഉണ്ടായിരുന്നു. അമ്മയോടെ? അവൻ ഊർമിളയെ അന്വേഷിച്ചു. അമ്മ കിച്ചണിലുണ്ടേട്ടാ. നീ ഏട്ടനൊരു കോഫി റൂമിലേക്ക് കൊണ്ടുവരാമോ? അതിനെന്താ, കൊണ്ടുവരാലോ. ഏട്ടൻ മുകളിലേക്ക് പൊയ്ക്കോ. അക്ഷയ് മുകളിലേക്ക് നടന്നു. അവൻ റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴേക്കും ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. അവന് മനസ്സിലായി അല്ലി ആയിരിക്കും അത്. കോഫിയും കൊണ്ട് വന്നതാണെന്നും. പക്ഷെ അല്ലിക്ക് പകരം ഊർമിളയായിരുന്നു വന്നത്. അവർ കോഫി മഗ് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. അമ്മയ്ക്കെന്തു പറ്റി? അമ്മയുടെ മുഖം എന്താണ് വല്ലാതിരിക്കുന്നത്? അല്പം വാടിപ്പോയ ഊർമിളയുടെ മുഖം കണ്ടതോടെ അക്ഷയ് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മോനെ. അതും പറഞ്ഞുകൊണ്ട് അവർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ അക്ഷയ് അവരുടെ കയ്യിൽ പിടിച്ചു. എന്താമ്മേ, കാര്യം പറ. എന്താണെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കതിന് പരിഹാരം കണ്ടെത്താൻ കഴിയൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ അമ്മയെ റൂമിനകത്തേക്ക് കയറ്റി. അമ്മ ഇരിക്ക്. നിർബന്ധപൂർവം ഊർമിളയെ സോഫയിലേക്ക് ഇരുത്തിയവൻ. ഇനി പറ, എന്താ കാര്യം? അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മോനെ. പിന്നെ ഈ മുഖം വാടിപ്പോകാനുള്ള കാരണം എന്താണെന്ന് അമ്മ തെളിച്ചു പറ. അവരുടെ ഇരു കവിളിലും പിടിച്ചു വലിച്ച് കൊഞ്ചിക്കുന്ന രീതിയിലാണ് അക്ഷയ് ചോദിച്ചത്. അത് മോനെ, അനന്യയുടെ കാര്യം. അവർ പറഞ്ഞു തുടങ്ങിയ മാത്രമേ തന്നെ അക്ഷയുടെ മുഖത്തെ മുഖഭാവം മാറി. അമ്മേ, അതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അനന്യയുടെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞതാ. ഒരിക്കൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്ന് അക്ഷിത് മേനോനെ വ്യതിചലിപ്പിക്കാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അതിനുവേണ്ടി എൻ്റെ അമ്മ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. അക്ഷയ് വളരെ സാവധാനം സമാധാനത്തോടെ ഊർമിളയോട് പറഞ്ഞു. മോനെ, എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ പ്രസവിച്ച അമ്മയല്ലേ. അവളിങ്ങനെ ജോലി നഷ്ടപ്പെട്ട് ദുഃഖത്തിൽ വീട്ടിലിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. അമ്മ അവൾക്ക് മറ്റെവിടെയെങ്കിലും ജോലിക്ക് ശ്രമിക്കാമല്ലോ. ഇപ്പം നമ്മുടെ കമ്പനിയിലെ ജോലി പോയെന്ന് കരുതി അത് ചിന്തിച്ച് വീട്ടിൽ തന്നെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അക്ഷയ് പറഞ്ഞു. അതല്ല മോനെ, നമുക്ക് ഇത്രയും കമ്പനികളും ബിസിനസ്സും ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാല്. ഊർമിളപ്പ ആദ്യം നിർത്തിക്കൊണ്ട് അക്ഷയെ നോക്കി. ആഹാ, അത് കൊള്ളാലോ. എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ശ്രീദേവിയെ വിവാഹം കഴിക്കുന്ന സമയത്തും അമ്മയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നല്ല ജോലിയുണ്ടായിരുന്നു. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ച ശേഷവും അമ്മ ആ ജോലിക്ക് പോകാറുണ്ടായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛൻ അമ്മയെ സ്വന്തം കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിച്ചത് പോലുമില്ല. അമ്മ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമുക്ക് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മറ്റെവിടേക്കെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ അത് നോക്കുന്നത് കൊണ്ട് തെറ്റില്ല. എന്തായാലും അനന്യയെ പോലൊരാളെ എൻ്റെ കമ്പനിയിലേക്ക് തിരികെ വിളിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സോഫ്റ്റായിട്ട് എന്നാൽ ശക്തമായി തന്നെ അക്ഷിത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഊർമിള അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. സാരല്ല, ഞാൻ അവളോട് പറയാം. അതും പറഞ്ഞുകൊണ്ട് ഊർമിള മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അക്ഷിത് അവരെ പിന്നിൽ നിന്ന് വിളിച്ചു. ഊർമിള നിന്നെടുത്ത് നിന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. അമ്മേ, ഇനി ഇതുപോലെ അനന്യയ്ക്ക് വേണ്ടി വക്കാലത്തുമായി അമ്മ എൻ്റെ അടുത്തേക്ക് വരരുത്. താക്കീതായിരുന്നു അത്. പക്ഷേ ശബ്ദം പരമാവധി മയപ്പെടുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. ഊർമിളയ്ക്ക് തിരിച്ചൊന്നും പറയാനാവാതെ അവർ അവനെ നോക്കിയൊന്ന് തലകുലുക്കിക്കൊണ്ട് ആ മുറി വിട്ട് താഴേക്ക് നടന്നു. ഊർമിള താഴേക്ക് പോയതിനു ശേഷം അക്ഷയ് ഡോർ ലോക്ക് ചെയ്ത് വെറുതെ കോഫിയൊക്കെ സിപ്പ് ചെയ്തുകൊണ്ട് റൂമിലിരിക്കുന്ന നേരത്താണ് അവന്റെ ഫോൺ റിങ് ചെയ്തത്. വിളിക്കുന്നത് സിദ്ധാർത്ഥാണെന്ന് കണ്ടതും അക്ഷയ്ക്ക് എന്തോ ഒരു വല്ലായ്മ. ഞൊടിയിടയിൽ തന്നെ അവന്റെ മനസ്സിലേക്ക് ഇന്ന് ഓഫീസിൽ വെച്ച് നടന്ന രംഗങ്ങൾ ഓർമ്മ വന്നു. എങ്കിലും സിദ്ധാർത്ഥിന്റെ കോൾ എടുക്കാൻ തന്നെ അക്ഷയ് തീരുമാനിച്ചു. ആ, പറയ് സിദ്ധു, എന്തുണ്ട്? അക്ഷയ് ഫോൺ എടുത്തപാടെ ചോദിച്ചു. അക്ഷയ്, വലിയ മുഖവരിയൊന്നുമില്ലാതെ ഞാനൊരു കാര്യം ചോദിക്കാം. എന്താടാ, പറയേ. അത് പിന്നെ, നിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ കുട്ടിയില്ലേ? പെട്ടെന്ന് സിദ്ധാർത്ഥ് ചോദിച്ചപ്പോൾ അക്ഷയ്ക്ക് കാര്യം മനസ്സിലായി. എങ്കിലും അറിയാത്തതുപോലെ തന്നെ അവൻ നിന്നു. ഏത് കുട്ടിയാ സിദ്ധു? എടാ, നിന്റെ PS.
ഞാൻ ആ കുട്ടിയുടെ പേര് മറന്നുപോയി. നല്ല ലോങ് ഹെയറൊക്കെയുള്ള ആ സുന്ദരി കുട്ടി. എന്തോ ആരോഗ്യയെക്കുറിച്ചുള്ള സിദ്ധാർത്ഥിന്റെ ആ വർണ്ണന അക്ഷയ്ക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. കാര്യം അവളൊരു കൊച്ചു സുന്ദരിയാണ്. പക്ഷെ എന്തോ അവളുടെ സൗന്ദര്യത്തെ മറ്റൊരാൾ പുകഴ്ത്തി പറഞ്ഞത് കേട്ടപ്പോ അവനൊരു വല്ലായ്മ തോന്നി. അക്ഷയൊന്ന് അമർത്തി മൂളി. എടാ കുട്ടിയുടെ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ് അതീവ താല്പര്യത്തോടെയാണ് ചോദിക്കുന്നത്. അവന്റെ ആകാംക്ഷ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ആരോഹി. അത്രമാത്രം അക്ഷി പറഞ്ഞു. വല്ലാത്തൊരു മുഴക്കം ഉണ്ടായിരുന്നു അവന്റെ ശബ്ദത്തിന്. എന്തോ സിദ്ധാർത്ഥിന് പക്ഷേ അവന്റെ ശബ്ദത്തിലെ ആ ഭാവമാറ്റങ്ങളൊന്നും തന്നെ തിരിച്ചറിയാനായില്ല. എടാ ആള് മാരീഡാണോ? സിദ്ധാർത്ഥ് അതീവ താല്പര്യത്തോടെ ചോദിച്ചു. എന്താ സിദ്ധു ഇത്? ഇത്തവണ അക്ഷയുടെ സ്വരത്തിലെ താല്പര്യമില്ലായ്മ സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞു. എടാ പ്ലീസ് പ്ലീസ്, നീ ചൂടാവല്ലേ. എനിക്കറിയാം നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ അത്ര താല്പര്യമില്ലെന്ന്. മാരീഡൊന്നുമല്ല. പിന്നെയും ചുരുങ്ങിയ വാക്കിൽ തന്നെ ഉത്തരം അവസാനിപ്പിച്ചു അവൻ. എടാ, ഞാനൊരു പ്രൊപ്പോസൽ മുന്നോട്ട് വെച്ചാ അവളുടെ ഒരു സ്വഭാവം വെച്ച് എങ്ങനെയിരിക്കും? ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? എനിക്കൊന്നും അറിയില്ല സിദ്ധു. നോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും എന്നെ വലിച്ചെഴുപ്പിക്കരുത്. എടാ ഒന്നും പറയടാ. സിദ്ധാർത്ഥ ആ സമയം ഒരു ബിസിനസ്മാനൊന്നും ആയിട്ടല്ല സംസാരിച്ചത്. അക്ഷയുടെ ഉറ്റ ചങ്ങാതിയെ പോലെയാണ് അവനോട് കൊഞ്ചിക്കൊണ്ടിരുന്നത്. ഞാൻ വേണമെങ്കിൽ നീ പറഞ്ഞ കാര്യം ആരോഗ്യോട് പറയാം. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിന്റെ നമ്പർ ഷെയർ ചെയ്യാം. പക്ഷെ അവൻ കണ്ടീഷൻ. അക്ഷയ് പറഞ്ഞു. അവളുടെ ആൻസർ നോയാണെങ്കിൽ നീ വീണ്ടും ഇത് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അളിയ താങ്ക്സ് ഡാ. സിദ്ധു കാര്യമായി തന്നെ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഏയ് ഒന്നുമില്ല. സത്യം പറഞ്ഞാല് നിന്റെ ഓഫീസിൽ വന്ന് പോയതിനു ശേഷം എനിക്ക് വേറെ ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തോ ആ പെണ്ണിനെ കണ്ടിട്ട് ഇറങ്ങിയ ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മനസ്സിൽ മൊത്തം അവളായിരുന്നു. അവളുടെ ആ നീളൻ കണ്ണുകളും ലോങ് ഹെയറും. സിദ്ധു അവളുടെ സൗന്ദര്യം ഏതോ ഓർമ്മയിൽ നിന്ന് എന്നതുപോലെ വർണ്ണിച്ചു. അവന്റെ ആ സംസാരം അക്ഷയെ കൂടുതൽ അസ്വസ്ഥനാക്കി. സിദ്ധുവിന്റെ ഓരോ വാക്കുകളും അക്ഷയെ വല്ലാത്തൊരു ദേഷ്യം നിറച്ചു. ഞാൻ പിന്നെ ഒന്ന് രണ്ട് മീറ്റിംഗ് ക്യാൻസൽ ചെയ്തിട്ടാ ദാ ഇങ്ങനെ വന്നിരിക്കുന്നത്. കുറെ നേരായി നിന്നെ വിളിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. പിന്നെ നീ വീട്ടിൽ വന്ന് ഫ്രീ ആകട്ടെ എന്ന് കരുതിയാ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. പിന്നെ ശരി സിദ്ധു, എനിക്കൊരു കോൾ വരുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അക്ഷയ് ധൃതിയിൽ സിദ്ധാർത്ഥിന്റെ കോൾ കട്ട് ചെയ്തു. അക്ഷയ്ക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കോഫി മഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ബാൽക്കണി റെയിലിങ്ങിൽ കൈവമർത്തി കുറച്ചധികം നേരം കണ്ണുകൾ ഇറുക്കി അടച്ച് അതേ നിൽപ്പ് തുടർന്നു. ദേഷ്യം കൺട്രോൾ ചെയ്ത് പതിയെ റൂമിലേക്ക് വന്നു. അന്ന് വൈകുന്നേരം വാര്യത്തുള്ള എല്ലാ ആളുകളും ആഹാരമൊക്കെ കഴിച്ചിട്ട് അവരവരുടെ റൂമുകളിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അതേ സമയത്താണ് ഗായത്രി അവർക്കെല്ലാവരോടുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്. ആരോഹിയും വസുതയും വാസുദേവനും അവരുടെ വീട്ടിലായതിനാൽ തന്നെ ആ സംസാരങ്ങളൊന്നും അവരാരും കേട്ടിരുന്നുമില്ല. എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വന്നത് പ്രകാരം ഗായത്രി ശബരിയെ കണ്ണുകൊണ്ട് കാണിച്ചു. അച്ഛാ, ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാ അർജുന്റെയും ആവണിയുടെയും എൻഗേജ്മെന്റ് നടത്തുന്നതിനെ പറ്റി മാനുവിന്റെ വീട്ടുകാർ സംസാരിച്ചു. ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കും തോന്നി അതാണ് നല്ലതെന്ന്. വരുന്ന 6 മാസത്തിനകം അവർ തിരികെ അമേരിക്കയ്ക്ക് പോകും. അതിനു മുമ്പ് അവരുടെ വിവാഹം കൂടി നടത്തണമെന്നാണ് ഒരു പ്ലാന്. അച്ഛന്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ? ശബരി മടിച്ചു മടിച്ചാണെങ്കിലും കൃഷ്ണമേനോനോട് സംസാരിച്ചു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം, അതായത് അർജുനെ ആരോഹിയുടെ റൂമിൽ നിന്ന് മദ്യപിച്ച് പിടികൂടിയതിനു ശേഷം പിന്നീട് ഒരിക്കൽ പോലും കൃഷ്ണമേനോൻ ശബരിനാഥനോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൃഷ്ണമേനോനോട് സംസാരിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ശബരി അല്പം മടിയോടെയാണെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. ഇതിലിപ്പോ ഞാൻ എന്തു പറയാനാ ശബരി? നിങ്ങളെല്ലാവരും ഓൾറെഡി തീരുമാനിച്ചു വെച്ചതല്ലേ? കൃഷ്ണമേനോൻ അല്പം പരുഷമായ സ്വരത്തിൽ അയാളോട് മറുപടി പറഞ്ഞു. കൃഷ്ണമേനോന്റെ വാക്കുകൾ ഗായത്രിയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും സ്വന്തം അച്ഛൻ അത്ര താല്പര്യമില്ലാത്തതുപോലെ സംസാരിച്ചതും ശബരിക്ക് അത് വലിയ വിഷമമായി.
അച്ഛാ, ഞങ്ങൾ അങ്ങനെ ഒരു ഡിസിഷനൊന്നും എടുത്തിട്ടില്ല. മാനവന്റെ വീട്ടുകാർ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിവിടെ എല്ലാവരോടും ഒന്ന് ആലോചിക്കാന്ന് കരുതി. എന്തായാലും 6 മാസത്തിനകം അവർ പോകത്തില്ലേ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തിവെക്ക്. അതുതന്നെയാ നല്ലത്. മാത്രമല്ല, നിന്റെ മോൾ എപ്പോഴും ആ വീട്ടിൽ തന്നെയാണ്. സമയം കിട്ടുമ്പോൾ മകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊന്നും നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേർന്നതല്ലെന്ന്. നിന്റെ ഭാര്യയ്ക്കാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും കുറ്റം കണ്ടുപിടിക്കലാണ് ജോലി. അതിനിടയ്ക്ക് സ്വന്തം കുടുംബം കൂടി ഒന്ന് നോക്കാൻ നീ ഓർമ്മിപ്പിക്ക്. കൃഷ്ണമേനോൻ ശബരീനാഥനോട് അത്രയും പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അയാൾക്ക് പിന്നാലെ സുധർമ്മയും അകത്തേക്ക് കയറി. ലിവിംഗ് റൂമിലിരുന്ന മറ്റു ബന്ധുക്കളും അവരവരുടെ മുറികളിലേക്ക് പോയി. ഒടുക്കം ആ ലിവിംഗ് റൂമിൽ ശബരിയും അർജുനും ഗായത്രിയും മാത്രം അവശേഷിച്ചു. തുടരും. അടുത്ത പാർട്ട് ഇന്ന് വേണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.